അല്ലാഹുവേ, ഇന്നലെ മുതൽ ഞങ്ങൾ കേട്ട വല്ലാത്ത ദുഃഖത്തിന്റെ വാർത്ത, അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സൈഫുദ്ദീൻ സഖാഫി എന്റെ കൂടെ മർക്കസിൽ പഠിച്ച സഖാഫിയാണ്, എന്റെ കൂട്ടുകാരനാണ്, എന്റെ ശരീക്കാണ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഈ വിശുദ്ധമായ മണ്ണിലാണുള്ളത്. പക്ഷേ സൈഫുദ്ദീൻ സഖാഫിയുടെ ഭാര്യ താഹിറ എന്ന് പറയുന്ന സഹോദരി ഇപ്പോൾ 6 അടി മണ്ണിന്റെ ഉള്ളിലാണ്. അല്ലാഹുവേ, ആ സഹോദരിക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ, മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ, മർഹമത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മലക്കുകൾ അഷ്റഫുൽ ഖൽഖായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചുകൊണ്ട് ഖബറിൽ വെച്ച് ആ സഹോദരിയോട് മുത്തുനബിയെ കാണിച്ചുകൊണ്ട് ഇത് ആരാണെന്ന് ചോദിക്കുമ്പോ ആ പൂമുഖത്തേക്ക് നോക്കിയിട്ട് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മറുപടി പറയാൻ ആ പ്രിയപ്പെട്ട സഹോദരിക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പാമ്പ് കടിയേറ്റിട്ടാണ് മരണപ്പെട്ടത്. 5 മക്കളുണ്ട്. മുലകുടി പ്രായമുള്ള ചെറിയ പൊന്നുമോനുണ്ട്. അല്ലാഹുവേ, ചെറിയ കുട്ടിയുണ്ട്. അല്ലാഹുവേ, ആ സഹോദരിക്ക് നീ ശുഹദാക്കളുടെ പ്രതിഫലം നൽകണേ റഹ്മാനെ, ശുഹദാക്കളുടെ പ്രതിഫലം നൽകണേ അല്ലാ, ശുഹദാക്കളുടെ പ്രതിഫലം നൽകണേ റബ്ബേ. ആ മക്കൾക്ക് നീ വലിയ ക്ഷമയിട്ട് കൊടുക്കണേ റഹ്മാനെ. ആ മക്കളുടെ ഖൽബിൽ അല്ലാഹുവേ ഉമ്മയെക്കുറിച്ചുള്ള ചിന്തകള് യാ അല്ലാ, എങ്ങനെയാണ് ആ മക്കൾ സഹിക്കുക? ചെറിയ മക്കൾക്ക് താങ്ങാൻ കഴിയുമോ? അവർക്കറിയുമോ ഉമ്മ മരണപ്പെട്ടത്? ഉമ്മ ഉമ്മ എന്ന് നീട്ടി വിളിക്കുമ്പോ അവരാരെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്? അല്ലാഹുവേ, ആ പിഞ്ചുമക്കളുടെ ഖൽബിൽ വലിയ ക്ഷമ നീട്ട് കൊടുക്കണേ റഹ്മാനെ. പ്രിയപ്പെട്ട സുഹൃത്ത് സൈഫുദ്ദീൻ സഖാഫി ഉസ്താദിന്റെ ഖൽബിലും അല്ലാഹുവേ, അവരുടെ മാതാപിതാക്കളുടെ ഖൽബിലും മറ്റു സഹോദരങ്ങളുടെ ഖൽബിലും എല്ലാ കുടുംബത്തിന്റെ ഖൽബിലും നീ ക്ഷമ കിട്ടുകൊടുക്കണേ റഹ്മാനെ. മരണവാർത്ത